UDF-ൽ നിന്നും മാറി LDF-നൊപ്പം ചേർന്ന തന്റെ തീരുമാനം ശരിവെക്കുന്നതാണ് പനങ്കരയിൽ LDF-ന്റെ വിജയമെന്ന് മുൻ മെമ്പർ നിസാർ മുഹമ്മദ് പറഞ്ഞു. വാർഡിലെ വികസനത്തിന് കോൺഗ്രസുകാർ എതിര് നിന്നപ്പോഴാണ് LDF-ലേക്ക് പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് LDF സർക്കാർ 8.5 വർഷമായി നടപ്പാക്കുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമാണ് പനങ്കരയിലെ വിജയമെന്ന് CPM ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒപ്പം നിന്ന എല്ലാവർക്കും LDF സ്ഥാനാർത്ഥി അമൽരാജ് നന്ദി അറിയിച്ചു. പൈങ്ങോട്ടൂർ 10ാം വാർഡായ പനങ്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് മുൻ മെമ്പർ നിസാർ മുഹമ്മദിന്റെ UDF-ൽ നിന്നും LDF-ലേക്കുള്ള കൂറുമാറ്റമാണ്. തന്റെ തീരുമാനം ശരിവെക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പിലെ LDF-ന്റെ വിജയമെന്ന് നിസാർ മുഹമ്മദ് പറഞ്ഞു. വാർഡിലെ വികസനത്തിന് കോൺഗ്രസുകാർ തടസ്സം നിന്നപ്പോഴാണ് മെമ്പർ സ്ഥാനം ത്യജിച്ച് LDF-നൊപ്പം നിന്നത്. ഇനി ഈ വാർഡ് ഒരിക്കൽ പോലും UDF-ന് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ത്യജിച്ചുകൊണ്ട് ഞാൻ LDF-ലേക്ക് നിന്നത് എനിക്ക് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടക്കണം, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരൻ്റെ വിഷയങ്ങളെടുത്ത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നിസ്സംഗത കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടുന്ന് മാറി നിന്ന് LDF-നോട് ചേർന്നത്. അതിൻ്റെ ഫലമായിട്ട് ആ നാട്ടിലെ ജനങ്ങൾ, ആ പനങ്കരയിലെ ജനങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പനങ്കരയിലെ മാവന്തോട്ടിയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചങ്ക, അവർക്കാർക്കും മാറ്റി വോട്ട് ചെയ്യാൻ ഈ പൈങ്ങോട്ടൂരിൽ നിന്ന് കുറേ നേതാക്കന്മാർ പനങ്കര വന്നാൽ വോട്ട് മാറി ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിൽ അവരുടെ കാരണത്തിൻ്റെ അടിച്ചാ വിട്ടേക്കണം പനങ്കരയുള്ള ആളുകൾ. ഇനി അവർക്ക് അവിടെ കാലുകുത്താനുള്ള അവസരം ഞങ്ങൾ കൊടുക്കില്ല. ഇനി പനങ്കര ഒരു കണി കാണാനും പോണില്ല. ഞങ്ങളെ പോലെയുള്ള ഊറും വാശിയുമുള്ളവർ UDF-ന്റെ കൂടെ നിന്നിപ്പോൾ കിട്ടിയെന്നുള്ളൂ പനങ്കര. ആ പനങ്കര ഇനി ഒരിക്കലും കണി കാണാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏത് വീട്ടിലും കയറിച്ചെന്ന് സംസാരിക്കാനുള്ള ശേഷി ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അവർക്കത് കയറിച്ചെല്ലാൻ സാധിക്കുകയില്ലായിരുന്നു. മുഴുവൻ ആളുകൾക്കും പട്ടയം വാങ്ങിക്കൊടുത്തു, റോഡ് നന്നാക്കി കൊടുത്തു, പാവങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ചെയ്യണോ, മരുന്നടക്കം, ഭക്ഷണമടക്കം, കട്ടിലടക്കം, കോഴിക്കുഞ്ഞടക്കം, ആടടക്കം, പോത്തുകുട്ടിയടക്കം, കിടാരിയടക്കം ഈ പനങ്കര വാർഡിലെ പാവങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഞങ്ങൾ ജനസ്വീകാര്യത നേടുക. അതിൻ്റെ വിജയമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനൊരു അഹങ്കാരവുമില്ല. ഞങ്ങൾ അവിടുത്തെ ജനങ്ങളെ ഞങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുപോയി നടക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 8.5 വർഷമായി സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പനങ്കരയിലെ വോട്ടർമാർ നൽകിയതെന്ന് CPM ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പറഞ്ഞു. മുൻ മെമ്പർ നിസാർ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളും LDF-ന് വോട്ടായി മാറി. കേരളത്തിനകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 8.5 വർഷക്കാലം കേരളത്തിനകത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 8.5 വർഷക്കാലത്തെ പ്രവർത്തന മികവിന് നൽകിയ പനങ്കര 10ാം വാർഡ് നിവാസികൾ നൽകിയ പിന്തുണയാണ് ഈ വിജയം. 8.5 വർഷക്കാലമായി കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ്. 3ാം വട്ടവും കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ജനങ്ങൾ നൽകിയ പിന്തുണ. ഒപ്പം തന്നെ 10ാം വാർഡിനകത്ത് 10ാം വാർഡിലെ മുൻ മെമ്പറായ നിസാർ മുഹമ്മദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഓരം ചേർന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകിയ പിന്തുണയാണ് വോട്ട്. തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്കും തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കും വിജയിച്ച അമൽരാജ് നന്ദി പറഞ്ഞു. ഏതാണ്ട് ഒരാഴ്ചയോളം എന്നോടൊപ്പം എല്ലാ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ടതാണ് ഈ കിട. എല്ലാവർക്കും നന്ദി. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. GTV ന്യൂസ് കോതമംഗലം.